ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിൽ ഇതുവരെ മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ഒന്ന് നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീട് ബ്രസീൽ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർക്ക് ചെറിയ പ്രതീക്ഷകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ നോർവേയാണ് അവരുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ബ്രസീലുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് പൊസഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഡ്രിബിളുകളുടെ കാര്യത്തിലും ഒരല്പം ആശങ്ക നൽകുന്ന കണക്കുകളാണ് ഇത്. ബ്രസീലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹെയ്ത്തിയേക്കാൾ കുറഞ്ഞ ഡ്രിബിളുകൾ മാത്രമാണ് ബ്രസീൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അൾജീരിയയേക്കാൾ കുറഞ്ഞ പൊസഷൻ മാത്രമാണ് ഇപ്പോൾ ബ്രസീലിന് ഉള്ളത്. ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ബ്രസീൽ ഒരു മത്സരത്തിൽ ശരാശരി 6.5 ഡ്രിബിളുകളാണ് പൂർത്തിയാക്കുന്നത്. മറ്റു പല ടീമുകളും ഇതിനേക്കാൾ മികച്ച രൂപത്തിൽ ഡ്രിബിളുകൾ നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ഹെയ്ത്തി, ന്യൂസിലാൻഡ്, പനാമ, ഇറാഖ്, കുറസാവോ, ജോർദാൻ, കേപ്പ് വെർദെ, പരാഗ്വെ, ഉറുഗ്വെ എന്നിവരൊക്കെ ഇപ്പോൾ ബ്രസീലിന്റെ മുകളിലാണ്. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഡ്രിബിളുകൾ ഒരു മത്സരത്തിൽ പൂർത്തിയാക്കുന്ന ടീം അത് അമേരിക്കയും ഐവറി കോസ്റ്റുമാണ്. ശരാശരി ഒരു മത്സരത്തിൽ 12.3 ഡ്രിബിളുകൾ അവർ പൂർത്തിയാക്കുന്നുണ്ട്. അൾജീരിയ മൂന്നാം സ്ഥാനത്താണ്, 11.5. അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് മൊറോക്കോ 11.3. അഞ്ചാം സ്ഥാനത്ത് ബെൽജിയം 11. ബ്രസീൽ ഏറെ പിറകിലാണ്. കേവലം 6.5 മാത്രമാണ് ബ്രസീലിന്റെ ഒരു ശരാശരി ഡ്രിബിൾ വരുന്നത്. 31-ാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത്. പണ്ടൊക്കെ ബ്രസീലിന്റെ മത്സരത്തിൽ ഒരുപാട് ഡ്രിബിളുകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് മറ്റെല്ലാ ടീമുകളും അതിനേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കുന്നു. കേവലം 31-ാം സ്ഥാനം മാത്രമാണ് ഡ്രിബിളുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ബ്രസീലിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഒരല്പം ആശങ്ക നൽകുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ പൊസഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്രസീൽ 11-ാം സ്ഥാനത്താണ് ഉള്ളത്. 58% പൊസഷനാണ് ഇപ്പോൾ ആകെ ബ്രസീലിന് ഉള്ളത്. ഒന്നാം സ്ഥാനത്ത് സ്പെയിനാണ് വരുന്നത്, 68%. രണ്ടാം സ്ഥാനത്ത് തുർക്കി 66. മൂന്നാം സ്ഥാനത്ത് ജർമ്മനി 65. നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് 64. അഞ്ചാം സ്ഥാനത്ത് സൗത്ത് കൊറിയ 63. ഇങ്ങനെയാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത്. അതായത് പൊസഷന്റെ കാര്യത്തിൽ ഇപ്പോൾ ബ്രസീൽ മറ്റു പല ടീമുകൾക്കും പിറകിലാണ്. സൗത്ത് കൊറിയ, അതുപോലെ തന്നെ അൾജീരിയ, തുർക്കി, ജർമ്മനി തുടങ്ങിയ ടീമുകളുടെ പിറകിലാണ് ബ്രസീൽ ഉള്ളത്. ഈ കണക്കുകളിലൊന്നും തന്നെ വലിയ കാര്യമൊന്നുമില്ല. മത്സരം വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഡ്രിബിളുകൾ ഇപ്പോൾ ബ്രസീലിന്റെ മത്സരത്തിൽ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.